ഇന്ന് ഇറാനിൽ പല പട്ടണങ്ങളിലായി 45,000-ഓളം യഹൂദികൾ വസിക്കുന്നു. ഇസ്രായേലിനും തുർക്കിക്കും ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജൂത സമൂഹമാണിത്. ഇറാനിലെ ജൂതന്മാർ തന്നെ പറയുന്നു, ഹസൻ റൂഹാനി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അധികാരികളുടെ പെരുമാറ്റത്തിലും ഇറാനിയൻ സമൂഹത്തിലും തങ്ങളുടെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ശബ്ബത്ത് ദിവസം ജൂതന്മാരുടെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇറാനിലെ ജൂതന്മാർക്ക് അവരുടെ സെമിത്തേരികളും ആരാധനാലയങ്ങളും അവരുടെ പ്രവാചകന്മാരുടെയും പണ്ഡിതന്മാരുടെയും ശവകുടീരങ്ങളുമുണ്ട്. ഇറാന്റെ പാർലമെന്റായ മജ്ലിസിൽ ജൂത സമൂഹത്തിനായി ഒരു സംവരണ സീറ്റുമുണ്ട്. ഇസ്ഫഹാൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനഗോഗുകളിലൊന്ന് അൽ അഖ്സ എന്ന പള്ളിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ടെഹ്റാൻ നഗരത്തിലുടനീളം കുറഞ്ഞത് 50 സിനഗോഗുകളെങ്കിലും ഉണ്ട്. ജൂതന്മാർക്ക് പ്രത്യേക മദ്രസകൾ, ഹോട്ടലുകൾ, ശ്മശാനങ്ങൾ എല്ലാം ഇറാൻ ഗവൺമെന്റ് അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യം, ടെഹ്റാനിൽ സുന്നികൾക്ക് ഒരു പള്ളി പോലുമില്ല എന്നതാണ്. هل صحيح أنه لم يكن هناك في طهران مسجد للسنة كي تصلي فيه عندما ذهبت؟ لم يكن ولا يزال إلى الآن حسب معلوماتي. لا يوجد مسجد لأهل السنة. كنا نصلي في الملحقية السعودية، عبارة عن كراج سيارات يفرغ يوم الجمعة وتفرش فيه سجادات الصلاة ونصلي، وليس هناك صوت في خارج المبنى وإنما داخلي. ടെഹ്റാനിൽ സുന്നികൾക്ക് പള്ളികളില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നത് മുസല്ലകൾ വിരിച്ചുമൊക്കെയാണ് എന്നാണ് മുകളിൽ നിങ്ങൾ കണ്ട ആ ക്ലിപ്പിലുള്ളത്. നോക്കൂ അഹ്ലുസുന്നയോട് ഇവരുടെ വെറുപ്പും ജൂതന്മാരോടുള്ള അടുപ്പവും. നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഒരു കൃത്യത. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാന 70,000 അലൈഹിമുത് തയാലിസ. എന്തുമാത്രം അത്ഭുതകരമാണ്. അതെ, അസ്ബഹാൻ പട്ടണത്തിലെ 70,000 ജൂതന്മാർ ദജ്ജാലിനെ അനുഗമിക്കും. അവരുടെ വസ്ത്രധാരണ രീതി പോലും, അവരുടെ വിശേഷണം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് നമ്മൾ കാണുകയാണ്. അലൈഹിമുത് തയാലിസ, ആ ജൂതന്മാർ ഒരു പ്രത്യേക രീതിയിലുള്ള മേൽക്കുപ്പായം, ഒരു ഷാൾ അവർ ധരിച്ചിട്ടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇറാനിയൻ ജൂതന്മാരെ മാത്രമാണ്, അതായത് ഇറാനിലുള്ള ജൂതന്മാരെ മാത്രമാണ് തയാലീസ് ജൂതന്മാർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്? അവരൊരു പ്രത്യേകതരം ഷാൾ ധരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു മേൽക്കുപ്പായം അവർ ധരിക്കും. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇത് ഇറാനിലുള്ള ജൂതന്മാരിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുപ്പായത്തെ തൈലസാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദജ്ജാൽ ഏത് നാട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് ഖുറാസാൻ എന്ന നാട്ടിൽ നിന്നായിരിക്കും. ആ നാട്ടിലെ ഏത് പട്ടണത്തിൽ നിന്നാണ് അവൻ പുറപ്പെടുന്നത് എന്നും പറഞ്ഞു. അത് അസ്ബഹാൻ പട്ടണത്തിലായിരിക്കും. അസ്ബഹാൻ പട്ടണത്തിൽ നിന്ന് അവൻ പുറപ്പെടുമ്പോൾ അവനെ അനുഗമിക്കുന്ന യഹൂദികളുടെ വസ്ത്രധാരണ രീതി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല, ആ ഒരു പ്രവചനം പുലരാൻ ഇന്ന് എത്രമാത്രം ഇറാൻ അതിനോട് സഹകരിക്കുന്നു എന്നും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നും നമ്മളിവിടെ കാണുകയാണ്. ഇറാനിലെ ജൂത സമൂഹം ഇറാനെ വിശുദ്ധീകരിക്കുകയും വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങാനുള്ള ആഹ്വാനം നിരസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറാനോടുള്ള അവരുടെ സ്നേഹം ജെറൂസലമിനോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണ്. 2020 ഇറാൻ സൈനിക മേധാവി ഖാസിം സുലൈമാനി കൊല്ലപ്പെടുമ്പോഴും ഇറാനിലെ ജൂതന്മാരുടെ നേതാവ് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം. ഒരു കാര്യം ഉറപ്പ്, ഇന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷം നടക്കുമ്പോഴും ഇന്നത്തെ ഇറാനിൽ യഹൂദികളുടെ സാന്നിധ്യം ഇനിയും ഊഷ്മളമാകും.